പങ്കാളി എന്താ സംഭവം? എന്തോ സ്പെഷ്യൽ ആണെന്ന് തോന്നല്ലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സൂപ്പ്. മഴക്കാലത്ത് കുടിക്കാൻ നല്ല ചൂടോടെ കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പ്. ഇതൊരു കുറച്ച് ചൈനീസ് ടേസ്റ്റ് വരുന്ന ഒരു സാധനമാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ വിരാടം രുചിക്കളത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധികയും. ഓക്കെ, അപ്പൊ നേരെ വീഡിയോയിലേക്ക്. അപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമല്ലേ? നമുക്കിതിന് വേണ്ടത് ഒരു 250 ഗ്രാം, 1/4 കിലോ ചിക്കൻ. അത് ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലോട് കൂടിയ ചിക്കൻ. അപ്പോഴാണ് ഈ സൂപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചൈനീസ് ആണെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ സെലറി. സെലറി അതിട്ടൊരു പ്രത്യേക ഫ്ലേവർ വരും. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു വലിയ സവാള, പിന്നെ നമ്മുടെ ഇതിനെന്താ പറയുന്നത്, ബേ ലീവ്സ് എന്ന് പറയും. അതെ അതെ അതെ, അത് തന്നെ. ഒരു 10 വെളുത്തുള്ളി, പിന്നെ ഒരു 10-20 കുരുമുളക്. പൊടിയല്ല കേട്ടോ, പൊടി നമ്മൾ പിന്നെ ഉപയോഗിക്കും, ആദ്യം സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ. ആദ്യം ഈ സ്റ്റോക്ക് ഉണ്ടാക്കാൻ, ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി ചെറിയ കഷ്ണമൊന്നും വേണ്ട. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. അതുകൊണ്ട് പ്രഷർ കുക്കറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സവാളയാണെങ്കിലും ഒരുപാട് ചെറിയ ചെറിയ കഷ്ണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വലിയ കഷ്ണം, ഇങ്ങനെ വലിയ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല, വെട്ടി മുറിച്ചിടുക. പ്രഷർ കുക്കറിലായതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഈ സെലറി ഇതുപോലെ ഒന്നെടുത്ത് കഷ്ണങ്ങളാക്കുക. വലിയ കഷ്ണം ആയിക്കോട്ടെ, കുഴപ്പമില്ല, കാരണം ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന. ഓക്കെ. ഇനി വെളുത്തുള്ളി നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തല്ലി ഒന്ന് പൊട്ടിച്ചിട്ടേക്കാം. ഓക്കെ. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ ഏതാണ്ട് കഴിഞ്ഞ് ഇനി തുടങ്ങാൻ പോവാണ്. നമ്മൾ പ്രഷർ കുക്കർ വെച്ച് ചിക്കൻ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി കുക്കറിലേക്ക്. ഇപ്പം ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പം അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടി ഒരു പ്രഷർ കുക്കർ വെച്ചേക്കുവാണ്. ഇതിനകത്ത് 4 കപ്പ് വെള്ളം. 4 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളം വെച്ചിരിക്കുകയാണ്. ഇനി വളരെ എളുപ്പമാണ്. എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ, എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ സെലറി അരിഞ്ഞത്, സവാള, ക്യാരറ്റ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ, അതായത് വെളുത്തുള്ളി എല്ലാം നമ്മൾ ഒന്നിച്ചിട്ടങ്ങ് ചെയ്യുവാണ്. 2 ബേ ലീവ്സ് എടുത്ത് വെച്ചിരുന്നത്. ഇനി നേരത്തെ എടുത്ത കുരുമുളക് ഒരു 10 എണ്ണം, പൊടിയല്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. ഓക്കെ, ഒന്നുകൂടെ. ഇനി അത് എല്ലാം ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുക. എല്ലാം ഒരു വെള്ളത്തിൻ്റെ താഴേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഒരു 2 വിസിൽ കഴിഞ്ഞ് നമുക്കിത് അടച്ചു വയ്ക്കാം. വിസിലാൻ പോവാണ്. ഓക്കെ. ഇനി 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് സൂപ്പിന് വേണ്ട സാധനങ്ങൾ അരിഞ്ഞു വയ്ക്കാം. ഓക്കെ. 2 വിസിൽ കഴിയുമ്പോൾ അടയ്ക്കാം. ഈ സൂപ്പിന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർക്കാം. എന്നാലും ഈ പറയുന്ന ചൈനീസ് ടേസ്റ്റ് വേണമെങ്കിൽ ചൈനീസ് ക്യാബേജ് കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, സാധാരണ ക്യാബേജ് ഇട്ടാലും മതി. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ടേസ്റ്റ് വരും. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ മഷ്റൂംസ് ഇടാം, കൂണിടാം. നമുക്കിപ്പോൾ ഇല്ല, അതുകൊണ്ട് ഉള്ള സാധനം വെച്ച് ചെയ്യുവാണ്. കൂണിടാം. പിന്നെ ബ്രോക്കലി എന്ന് പറഞ്ഞ സാധനം, ബ്രോക്കലി, അത് വേണമെങ്കിൽ ചേർക്കാം.
ഇനി സൂപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ഒരു 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പൊ ഇത് രണ്ടും ചെറുതായിട്ട് നുറുക്കി വെക്കണം നമുക്ക്. ഓക്കെ. പിന്നെ കുരുമുളകും അതൊരു 1 ടീസ്പൂൺ, അത് നമ്മുടെ ഇഷ്ടത്തിന് പൊടിച്ചത്. അപ്പൊ ഇത് നമുക്ക് പയ്യെ അരിഞ്ഞു വെക്കാം. കനം കുറച്ച് ഒരു ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും സുഖമായിരിക്കും. ഓക്കെ. ഈ ചൈനീസ് ക്യാബേജ് ചെറിയ ചതുര കഷ്ണങ്ങൾ പോലെ അങ്ങ് കട്ട് ഇത് കുറച്ച് അലുത്തു പോകുന്ന ഒരു സാധനമാണ്. ഓക്കെ. ഒരു വിസിൽ കഴിഞ്ഞു. രണ്ടാമത്തെ വിസിൽ മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമാണ് ഇപ്പൊ വരുന്നത്. നമ്മുടെ പ്രഷർ കുക്കർ പതുക്കെ നമുക്ക് തുറന്നു നോക്കാൻ. നമ്മൾ റെസ്റ്റ് ആവാൻ വേണ്ടി വെച്ചേക്കുവായിരുന്നു. ഇതാണ് ചിക്കൻ സ്റ്റോക്ക്. ഇനി നമ്മളിത് അരിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പം വളരെ ശ്രദ്ധിച്ച് ഒഴിക്കുക. നല്ല ചൂടുണ്ട്. വളരെ ശ്രദ്ധിച്ച് ഒഴിക്കണം. ഓക്കെ. ഇതിന്ന് ചിക്കൻ നമ്മൾ പറിച്ചെടുക്കാൻ പോവാണ്. കാരണം ഈ സൂപ്പിന് ഉപയോഗിക്കണം അത്. അപ്പൊ എല്ലോട് കൂടിയ ചിക്കനാണ്. ഇതിനകത്ത് ചിക്കൻ ഇരിപ്പുണ്ട്. അത് നല്ല വെളുത്ത് വെന്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് മാറ്റുവാണ്. ഇതല്ല ഇനി വേറെ ചിക്കൻ കഷ്ണം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചേർക്കുകയും ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഒരു വേവിച്ച് ചേർക്കേണ്ടി വരും. പക്ഷെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഇതിനകത്ത് കിടക്കുന്ന ഈ ചിക്കന്. ഓക്കെ. നമ്മുടെ ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ഈ റെസിപ്പിക്ക് ആഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും ഭയങ്കര. ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കന്റെ ഫാറ്റ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ക്ഷീണം ഉള്ളപ്പോഴും ഈ മഴക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സാധനം. ചിക്കൻ ഇതിൽ നിന്ന് നമ്മൾ എടുത്ത ചിക്കൻ ഇങ്ങനെ അതിൽ ഉള്ള ചിക്കൻ നമ്മളിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ സൂപ്പിലേക്ക് നമ്മളിത് ആഡ് ചെയ്യും. ഈ എല്ലല്ല, ചിക്കൻ ഫ്ലഷ് മാത്രം. നല്ല വെളുത്ത് നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നേരത്തെ എടുത്ത അതേ പ്രഷർ കുക്കർ തന്നെ വീണ്ടും വെച്ചിരിക്കുകയാണ്. ഈ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നല്ല ചൂടാണ്. അതാണ് തൽക്കാലം ഞാൻ കോരി ഒഴിക്കുന്നത്. കാരണം നമുക്ക് ചൂടോടെ തന്നെ വേണം. അതുകൊണ്ടാണ് ഇതൊക്കെ ഒഴിക്കാൻ പറ്റുമോ. ചിക്കൻ സ്റ്റോക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിക്കാം. ഓക്കെ. ഇനി നമ്മൾ ഏതാണ്ട് നമ്മുടെ ഡിഷിന്റെ അവസാന സ്ഥലത്തേക്ക് എത്തി. സൂപ്പ് ഇപ്പൊ റെഡി. 5 മിനിറ്റ് മാത്രമേ ഇനി സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഈ സ്റ്റോക്ക് നേരത്തെ തയ്യാറാക്കി. തിളക്കണോ? വേണ്ടല്ലേ? അല്ല, ഇത് ഇട്ടിട്ടാണ് തിളക്കേണ്ടത്. നമ്മൾ ഇനി ഇപ്പം ചൂടാണല്ലോ ഓൾറെഡി. നമ്മുടെ സൂപ്പ് ചൂടായിട്ട് തന്നെയാണല്ലോ ഇപ്പൊ നമ്മൾ ഒഴിച്ചത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ബോണിൽ നിന്ന് എടുത്തു വെച്ച ചിക്കൻ പീസസ് അത് ആഡ് ചെയ്യുക. വീണ്ടും ക്യാരറ്റ്, നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അത് ആഡ് ചെയ്യുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൈനീസ് ക്യാബേജ്. ഇതില്ലാന്ന് പറഞ്ഞ ആരും ഇത് ചെയ്യാതിരിക്കരുത് കേട്ടോ. നമുക്ക് സാധാരണ ക്യാബേജ് ഇട്ടും ചെയ്യാം. ഇച്ചിരി ടേസ്റ്റ് ഫ്ലേവർ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ എവിടെന്നെങ്കിലും കിട്ടാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. ഒരു നിവൃത്തിയില്ലെങ്കിൽ ക്യാബേജ് ഇട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉള്ളതല്ലേ. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായി നുറുക്കി വെച്ചിട്ട് അതുകൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കുള്ളത് കുരുമുളകാണ്. കുരുമുളക് നമുക്കറിയാം, പൊടിച്ച കുരുമുളക്. ഞാനിപ്പോ 1 ടീസ്പൂണാണ് ഇടുന്നത്. അവരവരുടെ എരിക്ക് അനുസരിച്ച് അത് ഇനി പരിപാടി കഴിഞ്ഞു. ഇനി ഒരു തിള മാത്രം വന്നാൽ മതി. നമ്മുടെ ഈസി ആയിട്ടുള്ള സൂപ്പ് റെഡിയാണ്. ചിക്കൻ സൂപ്പ് റെഡിയാണ്. ഇതില് നമ്മൾ ഒരു തുള്ളി എണ്ണ ആഡ് ചെയ്തിട്ടില്ല. ജലദോഷം അത്രേ ഉള്ളൂ. ജലദോഷം ഇനിയിപ്പോ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്, ഒരു പനിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇത് ഒരു തിള വരാനായിട്ട്. ഒത്തിരി തിളയ്ക്കേണ്ട കാര്യം, കാരണം ഈ ഇട്ട പച്ചക്കറികളൊന്നും തന്നെ ഒത്തിരി വേവേണ്ട കാര്യമില്ല. ഒരു ചെറിയ ഒരു ഇത് വേണം, എന്താ അതിന് പറയാ, കടിക്കാൻ കിട്ടണം. ചെറിയൊരു പച്ചപ്പ് പച്ചപ്പ് വേണം. ചൈനീസ് കുക്കിംഗ് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു വേവിക്കാറ്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഞാൻ അടച്ചു വേവിക്കുന്നില്ല, കാരണം നമുക്ക് ഒത്തിരി വേവണ്ട, അതുകൊണ്ട് ഇതിങ്ങനെ തുറന്നിരിക്കട്ടെ. അത് ശരി. തിളച്ചു തുടങ്ങിയല്ലേ? തിളച്ചു തുടങ്ങി. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് ഒരു ബബിള് വന്നോട്ടെ, കാരണം നല്ല തിളച്ച സൂപ്പല്ലല്ലോ, സ്റ്റോക്ക് തിളച്ചിരിക്കുകയായിരുന്നു. പയ്യെ തിള വന്നിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ഒന്നും ഇടുകയല്ലേ? ഇതിനകത്ത് ക്യാപ്സിക്കം ഒന്നും ഇതിനകത്ത് ഇടാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ മഷ്റൂംസ് ഇടാം, പിന്നെ ബ്രോക്കലി നല്ലൊരു ഉപയോഗിക്കോ? ഇനി ഏത് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇടാം. ഈ ചൈനീസ് പച്ചക്കറികൾ ഇട്ടാൽ സ്റ്റോക്കിലാണ് കാര്യം. ചിക്കൻ സ്റ്റോക്ക്. അതെ. ഓക്കെ, ഇത് നമ്മുടെ ചിക്കൻ ഈസി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് റെഡി ആയി കഴിഞ്ഞു. 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കിത് ചൂടോടെ കുടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കമൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിൽ നിന്ന് വേണം കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിരാടം രുചിക്കളം പുതിയ പുതിയ വിഭവങ്ങളിലേക്ക് കടക്കാൻ. നല്ല ക്ലിയർ സൂപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ചൊന്ന് നോക്കാം. ഓഫ് ചെയ്യാറായോ? ഇനി ഏതാണ്ട് ഇനി ഓഫ് ചെയ്യാം. ഇത് മതി, ഒത്തിരി തിളപ്പിച്ചത് അതിൻ്റെ ഇത് കളയണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ സൂപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അല്ലേ? അതെ അതെ, നല്ല ക്ലിയർ ആണല്ലോ. നല്ല തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. മഴക്കാലത്ത് നമ്മുടെ ചിക്കൻ കഷ്ണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അവർക്കിത് എന്തായാലും ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം വിരാടൻ രുചിക്കളത്തിൻ്റെ ചിക്കൻ സൂപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ അതിന് മുമ്പ് ഇതെല്ലാം ഒരു സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, നന്ദി.